Why didn't you call me and come? ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ? ക്ഷമിക്കണം ഡോക്ടർ, സ്ഥലമാറ്റാണെന്ന് അറിഞ്ഞില്ല. എന്താണ് പുതിയ പ്രോബ്ലം? ഞാൻ ജോലിക്ക് പോകാൻ വേണം, സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണം. എങ്ങനെയാ ഡോക്ടർ നടക്കുന്നത്? കേട്ടോ ഡോക്ടറെ, ഇവരുടെ ശമ്പളം കൊണ്ട് ഞാൻ ജീവിക്കുന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന്. I am just getting tired of you. നിങ്ങളുടെ കോംപ്ലക്സ് ഒന്ന് കളയൂ. കോംപ്ലക്സ് ഒന്നുമല്ല ഡോക്ടർ. അതെ, മിയർ കോംപ്ലക്സ്. ഭാര്യ വേണം, അവരുടെ ജോലിയും വേണം. You have to adjust. Life is an adjustment. ക്ലാരെ, പെണ്ണമ്മ എന്തിയെ? ആര്? നിന്റെ ജോലിക്കാരി എന്തിയെന്ന്? ഡിക്കിലെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന കണ്ടില്ലേ? അമ്മേന്ന് കൂട്ടി വിളിച്ചെങ്കിലേ ഡോക്ടർ സാറിന് ഉറക്കം വരും. പിന്നെ എന്തോ വിളിക്കണം? ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ആണുങ്ങൾ വേലക്കാരെ എടി പെണ്ണേന്നൊക്കെ വിളിക്കാറുള്ളൂ. ആ, അതൊക്കെ പറമ്പിൽ കിടക്കുന്നവരെ കേൾക്കൂ. നിങ്ങൾക്ക് പിന്നെ ഓമന പേരില്ലെങ്കിൽ. എന്റെ അമ്മ ഒന്ന് നിർത്ത്. എന്നാ പിന്നെ അപ്പനും മോളും കൂടെ അങ്ങ് പൊയ്ക്കോ. കൂട്ടിന് പെണ്ണമ്മയുണ്ടല്ലോ, പെണ്ണമ്മ. എല്ലാം എടുത്ത് വെച്ചു കൊച്ചമ്മേ. വരുന്നുണ്ട്. കൊച്ചുമോളെ, എന്താടി മോളെ ഇത്ര വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോനെ. നിങ്ങളെ ഒന്ന് കയറ്റി താമസിപ്പിച്ചിട്ട് ഇനി കയറി താമസിച്ചോണ്ടാ മതി. രാഘവത്ത് കയറി വന്നിരിക്കുന്നു. അമ്മച്ചിയെ, സമയവും കാലവും ഒക്കെ നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു? നോക്കുന്നവർക്ക് ഇതെല്ലാം തത്വം, അല്ലാത്തവർക്ക് എന്നാ മേമേ മാങ്ങാത്തൊലി. തലയിലെഴുത്ത് തമ്പുരാൻ കർത്താവിനെ മാറ്റാൻ നോക്കൂ, അല്ലേ ഐസക്കെ? ആ, തലയിലെഴുത്തെന്ന് പറഞ്ഞ കറക്റ്റാ. ഒരിക്കൽ എഴുതി പോയോ അനുഭവിച്ചേ തീരൂ. നിനക്കെല്ലാം കൊണ്ട് നല്ല വീടാ ഇത്. പാലിറങ്ങിയ കൊച്ചുമോക്ക് കോളേജ്, നിനക്കാണെങ്കിൽ മുറ്റത്ത് പള്ളി.
പെണ്ണമ്മേ, സാർ പെണ്ണമ്മേ, എവിടെയുണ്ട്? ഞാൻ എവിടെയാണ് സാർ? അമ്മേ, അമ്മേ ഒന്ന് പതുക്കുന്നടാ. ചേട്ടത്തിക്ക് ഇപ്പൊ എന്നാത്തിന്റെ കുറവാ? എടി വച്ചേ, നീ എവിടുത്തെയാ? പഴമുണ്ടല്ലേ കാരമോളല്ലേ? അതെ. എന്റെ കുരിശുമേ കർത്താവേ, കല്യാണത്തിന് എങ്ങനെ ഇരുന്ന പെണ്ണാ നീ? അങ്ങ് കൊഴുത്ത് ചീർത്ത് പോയല്ലോടി. കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒന്ന് മിണ്ടണമെന്ന്. പള്ളി കഴിഞ്ഞാകാമെന്ന് വെച്ചാ മരിച്ചറിയിക്കാൻ പോണ ഓട്ടോ അല്ലയോ നിന്റെ? നിനക്കെന്നെ മനസ്സിലായോ? എടി വച്ച, ഞാൻ ഇരുമ്പന്റെ അടുത്തയാ. നിന്റെ വകയിലൊരു കുഞ്ഞളയമ്മയാ, തെറുതി കുഞ്ഞളയമ്മ. പൈലിപ്പാപ്പന്റെ ടൊർട്ടി. പിന്നെ ആ പറഞ്ഞോട് എന്നാ എടുക്ക? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ. ഐസക് പീറ്റർ, സൈക്കാട്രിസ്റ്റ് അല്ലേ? ഞാനറിയും. എങ്ങനെ അറിയും? അയ്യോ, ഞങ്ങളൊന്നിച്ച് ഒരേ കോളേജിലായിരുന്നു. അത് ശരി. ട്രിവാൻഡ്രത്തായിരുന്നില്ലേ? അതെ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? അതെ. ഐസക് ഉണ്ടോ വീട്ടില്? ഉണ്ട്. എന്നാ എടുക്കുന്നു? തുടങ്ങി നിങ്ങളുടെ നരപറി വേഷം കെട്ടല്. കെട്ടിക്കാൻ പ്രായമായ പെണ്ണു നിൽക്കുന്നു. ചെറുപ്പം കളി. മനുഷ്യന് പ്രായമായെന്ന് വെച്ചാ പോരെ. ആ ഇടി പെണ്ണെ, മുഖം കഴുകി പൂട്ടിക്ക് പൊടി നനയ്ക്കാൻ നോക്ക്. ചെല്ല്. ഇങ്ങനെ തുടങ്ങിയ ഇവിടെ ആരാ നിൽക്കുക? സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ശരി, അതിന് ആ പെണ്ണിനെ എന്തിനു പൂട്ടിയിടുന്നു? പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോയ പോരെ? അവൾ എന്ത് വിചാരിക്കും? അയ്യോ, അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ആരാണെന്ന് അവൾ അറിയാൻ നോക്കിയാൽ മതി. ഓഹോ, അപ്പൊ ഈ കണ്ട ജോലിക്കാരെല്ലാം എന്റെ ശല്യം മൂലം പോയതാ? അതെ, നിങ്ങളുടെ ദുർച്ചന്ത ദുർനടത്താം. പിന്നെ മോളിലേക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവള് കാണാ നീ എന്തെല്ലാം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് എന്തിനു മിച്ചം വെക്കുന്നു? പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം, അവള് നിന്നെ കണ്ടാ വളരുന്നത്. എന്നെ കൊണ്ട് വളർന്നു. എന്താടി ഇട്ടിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടിക്കോട്ട് ഇടാവുന്നു? പുതപ്പുണ്ടാക്കാൻ വേഷം കെട്ടുന്നു. എന്താ അമ്മ ഇത്? നിലത്ത് നിന്നേച്ചാ മതി. എന്തിനമ്മേ ചാച്ചൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ചാച്ചൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തില്ല. കണ്ണാടി കുട്ടിക്കകത്ത് വെച്ചേച്ചാ മതി. ഉണ്ണിയാളച്ചൻ വന്നു. നോക്കണ്ട, പറഞ്ഞു കൊടുക്കായിരുന്നു. കണ്ടല്ലേ വളരുന്നേ. നോക്കുന്നു.
യെസ് കം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ തിലകം വിളിച്ചിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചില്ല? വിളിക്കാൻ മുകളിലേക്ക് വന്നതാ. കോൾ ദ പേഷ്യന്റ്. കഴിച്ചോ? ഇടി പെണ്ണേ, ഇതൊന്ന് വേഗം ഇട്ടേച്ചു വന്നേ. ചൊല്ല്. എനിക്ക് കുറച്ച് വെക്കാനുണ്ട് കേട്ടോ. ശരി. ഇതെന്തൊരു വേഷം കിട്ടിയിട്ടാണമ്മേ? ഓടിയപ്പുറത്ത് തിരികെ പിടിച്ച ബ്ലൗസ് നടപ്പം കാണുമ്പോ തീ തിന്നുന്നത് ഞാനാ. കൊച്ചമ്മേ, എന്താടി നിനക്ക് നല്ലപോലെ ചേരുന്നുണ്ട് പെണ്ണേ. ഓ, അച്ഛമ്മ ഡ്രൈവറെ വിളിക്കും. കോൺഫറൻസ് കഴിയുന്നവരെ നിൽക്കണോ ഡോക്ടർ? ചിലപ്പോ നിൽക്കേണ്ടി വരും. ഹലോ, ഡോക്ടർ ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണ്? അദ്ദേഹം ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണെന്ന്? ഞാൻ കുമാരിയാണ്. കുമാരി. എന്നാച്ചി ക്ലാറമ്മ കാത്താലേ? സ്വാമി പാട്ട് പഠിപ്പിക്കാൻ വന്നാ? അതെ. അങ്ങ് പഠിപ്പിച്ചേച്ച് പോവാൻ നോക്കണം. ആയിക്കോട്ടെ. രാധാ സംവേദ കൃഷ്ണ. സ്വാമി, ഇത് ക്രിസ്തീയ ഭവനമാണ്. ഇവിടെ കൃഷ്ണകൃഷ്ണ രാമരാമൊന്നും വേണ്ട. அதுக்கு நான் என்னம்மா பண்றது? உங்க ஜாதியிலே தியாகராஜர் தீட்சிதர் ஒன்னும் பிறக்கலையே. உங்க യേശുദാസൻ கூட இதுதான் பாடுறது. அவனும் கிறிஸ்டியானி. കൃഷ്ണ മുകുന്ദ മുരാരേ. ആഹാ, എന്നാലേ നാളെ മുതൽ കൃഷ്ണനെ രാമനെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. வேண்டா, நாளைக்கு இதுக்கு இன்னைக்கே வேண்டாம். அம்மா, உங்களுக்கு அந்த பள்ளி பாட்டு தான் சரி. சின்ன பொண்ணே, நீ நாளையில இருந்து சர்ச்சில் போய் பாட்டு கத்துக்கோமா. மாமி, ക്ലാര മാമി, நான் வரட்டுமா? ഇയാൾ എന്താ പറഞ്ഞേ? മാമിയോ? ഞാനതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു പാട്ട് പഠിപ്പിക്കാൻ. ഇവിടെ ഒരു പാട്ട് പഠിത്തം. ഇങ്ങോട്ട് വരട്ടെ. ക്ലാരേ, എനിക്കിന്ന് രാവിലെ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതാരാ? എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീയല്ലേ ഇതൊക്കെ അറിയേണ്ടത്? ആഹാ, നിങ്ങൾക്ക് വരുന്ന അവളുമാരുടെ എല്ലാം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനിരിക്കാ ഞാൻ. ഏത് അവളുമാര്? നീ എന്തൊക്കെയാ ക്ലാര ഈ പറയുന്നത്? എല്ലാവർക്കും ഡോക്ടർ ഐസക്കിനെ മതി. അദ്ദേഹത്തെ മതി. അദ്ദേഹം ഒരു കുമാരി ഇറങ്ങിയിരിക്കുന്നു. ഞാനോ ക്ലാരാ മാമി. മാമി ആക്കിക്കോ. ആ സ്ത്രീ എന്റെ ഒരു പേഷ്യന്റിന്റെ സിസ്റ്ററാ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്നെ വിളിച്ചുകൂടെ? അപ്പോയിന്റ്മെന്റ്? പിന്നെ എന്തിനാ നിങ്ങൾക്ക് അച്ചാമ്മ? അതെങ്ങനെയാ? അവളോടൊപ്പം ചുറ്റാനല്ലേ നേരമുള്ളൂ. എടാ, ഇത് നല്ല ഏർപ്പാടാണല്ലോ. ഉള്ളത് പറയുമ്പോ അപ്പന്റെ നെറ്റിച്ചുളി പോടെ കണ്ണു കറി. ആഹാ, ഞാൻ എന്റെ വീട്ടിൽ പോവാനേ. ആഹാ, അത് കൊള്ളാം. പഴമുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടിൽ പെറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടിപ്പറിക്ക് വന്നൊന്നുമില്ല. അപ്പം തന്നെ അന്തസ്സായിട്ട് പറഞ്ഞു വെച്ചാ. ആഹാ, നടത്തുന്ന ക്ലിനിക്കാരുടെയാ? വീടാരുടെയാ? അല്ല, കാരാരുടെയാ? എന്റെ അപ്പന്റെ വകയാ. എനിക്ക് വന്നതല്ല. എന്നിട്ട് അങ്ങേർക്കും മോൾക്കും എന്നാ വേണ്ട? എന്താ ഒരു ഗതികേട്. പേരപ്പന്റെ മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞാനൊരുത്തി ശാന്തന്മാരുടെ അടുക്ക കിടന്ന് ശ്വാസം മുട്ടുന്നു. എന്റെ തലയിലെടുത്ത് കാണുന്നുണ്ടോ കർത്താവേ? ചുമ്മാ ഇരിക്കടി. മോളി വാതിലടച്ചേ. വേണ്ട ചാച്ച, ഈ വാതിലല്ലേ അടയ്ക്കാനാവൂ? എന്താ ക്ലാര ഇത്? എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ?
ഇട്ടാക്കല്ലേ? അതെ. ഇത് ഞാനാടാ, കുഞ്ഞളേവാ. കണ്ണ് കണ്ട പോലെ ഇരിപ്പുണ്ട്. ആഹാ, കുഞ്ഞളമ്മയോ? ഞാൻ ഡോക്ടർ ഒന്ന് ഇട്ടോട്ടെ. എടി കൊച്ചേ, എവിടെ ഒരു ഇടിച്ചേർക്കാണല്ലോടി. എടി പെണ്ണേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഇടരുതെന്ന്? പോയി മാറ്. ചുരു നിൽക്കുന്നു. ഇത്താക്കച്ചൻ ചെറുപ്പം ഇല്ലയോ? എന്റെ അങ്ങൊരു ഓച്ചറക്കാരി പെണ്ണുണ്ടായിരുന്നതിന്റെ ഗതികേട് ഞാൻ അനുഭവിച്ചവളാണേടിയേ. നിന്റെ പൈലിപ്പാപ്പൻ അവളെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കുമായിരുന്നു. എന്റെ കുരിശുമേ കർത്താവേ, ഈ ഓണെന്ന് പറഞ്ഞ വർഗത്തിന് അടുക്കളപ്പണിക്ക് കുരുവികളില്ലെങ്കിൽ ഒരു തൃപ്തിയുമില്ല. ചൊത്തപ്പോ ഒരു പിടി കുരുവികളല്ലയോ കരഞ്ഞത്. എവളുമാരൊക്കെ ആരാ? ആരാളെമ്മേ? കൂത്ത അനാമത്ത്.
ഓരോ ദിവസവും പ്രശ്നങ്ങളാണ് ഡോക്ടർ. ഐ തിങ്ക് ഐ ഗോ മാഡ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊക്കിൽ ഒതുങ്ങുന്നയാകാവോ എന്ന്. യുനോ, ഐ എം ഫ്രം എ വെരി വെരി ആവറേജ് ഫാമിലി. സത്യത്തിലേക്ക് ചേരാത്ത ബന്ധതയായിരുന്നു ഇത്. മെഡിസിൻ കഴിഞ്ഞതും ഈ ആലോചന എത്തിക്കയറി വന്നതാ. ആദ്യമൊക്കെ ഒരു ത്രില്ലായിട്ട് തോന്നി. പക്ഷെ വിവാഹത്തോട് കൂടുതൽ അടുക്കുന്തോറും ഒരുതരം കോംപ്ലക്സ്, വേണമായിരുന്നോ എന്ന വികാരം എന്നെ ഭരിക്കാൻ തുടങ്ങി. ബട്ട് ദ മാരേജ് ഹാസ് ടേക്കൻ പ്ലേസ്. പാരമ്പര്യവും പത്രാസും പറയാനില്ലാത്ത എനിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നു ഹീറോയിസം. അവരെ കൂട്ടി കഥകളുണ്ടാക്കി. എപ്പടി പെട്ടി വായിച്ചുള്ള പരിചയമാണേ. ഇതൊക്കെ വായിക്കാൻ ചോരയിൽ കലയുടെ ചുവയുണ്ടായാൽ മതി. എന്താ അല്ലേ, ഒന്ന് അന്വേഷിച്ചു നോക്ക്. TD മെഡിക്കൽ കോളേജ് ഐസക് എന്ന് കേട്ട രോമാഞ്ചമണിയും. അതേടോ, ഞാൻ എന്ത് പറഞ്ഞാലും താഞ്ചിരി. കോളേജിന്റെ ഓരോ ചുവരിലും തങ്ക ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഐസക് ദ ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് വോക്കലിസ്റ്റ്, ബെസ്റ്റ് ഒറേറ്റർ, പ്രാസംഗികൻ. അത് കേട്ടാ തോന്നും. തോന്നുന്നതൊന്നുമല്ല, സത്യമാണ്. കൂട്ടത്തിൽ പഠിച്ചിരുന്ന പെമ്പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. അത് നല്ല ചൊവ്വാന്നുള്ള പെമ്പിള്ളേര്. എല്ലാവർക്കും ഐസക് മതി, എങ്ങും ഒരു ഐസക് ഫീവർ. മാർഗരറ്റ് 3 വർഷമല്ലേ പുറകെ നടന്നത്. വലിയ ഫ്ലീറ്റ് ഓണറിന്റെ മോളാ. 3 വർഷം ഞാനും പിടിച്ചു നിന്നു. പിന്നെ ഞാനങ്ങ് തഴഞ്ഞു. ആർക്ക് വേണം ചട്ടക്കാരി? സുലേഖ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. എനിക്ക് അവളിൽ കുറെ മോഹങ്ങളുണ്ടായിരുന്നു. ക്ലാരേ, ക്ലാരേ, ഞാൻ വരെ തമാശ പറഞ്ഞതല്ലേ. എന്തിനാ കരയുന്നേ? കരയാതിരിക്കും ക്ലാരേ. ഏകമകൾ, വാത്സല്യത്തിൽ കഴിഞ്ഞവൾ, സ്വന്തം വീട് വിട്ട് ഭർത്താവിനോട് ചേർന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നൽ അവരോടൊത്ത് വളർന്നു. പിന്നെ അവരതിൽ ജീവിക്കുകയായി. I know all about paranoid personalities. They're always in a fix. എടോ, എന്റെ കാര്യം തന്നെ എടുക്കുക. ഒരു ദിവസം കുറഞ്ഞത് 50 നുണയെങ്കിലും ഞാൻ ശാന്തയോട് പറയും. പുള്ളിക്കാരി വിശ്വസിക്കും. ഞങ്ങൾക്ക് സന്തോഷമാ. 1000 നുണകൾ കോർത്തണിക്കൊരു നുണമാലയാണ് കുടുംബജീവിതം. ഇല്ലേ? കം ടു ദി പോയിന്റ്. കഴിയുന്നതും സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൊ അതിന്റെ മെയിൻ സെക്രട്ടറി. അതറിയാതെയല്ല, സ്ത്രീകളാവുമ്പോ അവർക്ക് പേഷ്യൻസിനോട് കൂടുതൽ അടുക്കാനും പരിചരിക്കാനും കഴിയും. യു ആർ റൈറ്റ്. ബട്ട് ദി മോർ ഷീ സസ്പെക്ട്സ്, ദി മോർ യു ഷുഡ് ക്ലിയർ ദി വേസ്. ഇല്ലേ? ചേച്ചി, എന്ത് വേണം? അല്പം ചൂടുവെള്ളം വേണമായിരുന്നു ചേച്ചി. അവിടെ കൺസൾട്ടിംഗ് റൂമിൽ ഹീറ്റർ ഇരിപ്പില്ലേ? പ്ലഗ് കുത്തുക, സ്വിച്ച് ഇടുക, ചൂടാക്കുക. മനസ്സിലായോ? സോറി, കറണ്ട് ഇല്ലാത്തോണ്ടാ. എന്നിട്ട് ചൂടാക്കിയാ മതി. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ അകത്തേക്കുള്ള കളി വേണ്ട. കണ്ണു തിരിഞ്ഞാൽ തള്ളി പിടിച്ച് അടുക്കളയ്ക്കകത്ത് തന്നെ സത്രവാ. ക്ലാരെ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും. മാന്യമായി ജീവിക്കൂ. ഇനി അവളിവിടെ വരില്ല. നിക്ക്, ആ ജോലിക്കാരി ഇനി ഇവിടെ ആവശ്യമില്ല. എന്താ പുതിയ വല്ലതിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? 4 പേരുടെ പണിയെടുക്കുന്നതിന് 60 രൂപ കൊടുക്കുന്നത്. അവളിവിടെ നിന്നോളും. ഇനി അവളെ പറഞ്ഞു വിടാഞ്ഞിട്ടാ.
സെക്കൻഡ് സ്ട്രീറ്റ് ഏതാണ്? സെക്കൻഡ് സ്ട്രീറ്റ് തന്നെ. ഡോർ നമ്പർ ഏതാ? 5A. ആ കാണുന്ന വീട് തന്നെ. അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണല്ലോ. നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നതാ? ഞങ്ങൾ അവിടെ താമസിക്കാൻ വീട് കാണാൻ വന്നതാണ്. അമ്മകുട്ടി, പെണ്ണിരിക്കണ്ടിരിക്കണം. കാര്യം ചോദിക്കാൻ ആണൊരുത്തൻ കാറ ഇരിപ്പുണ്ടല്ലോ. ചുരുക്കുള്ള ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ കുണുണുപ്പുണ്ടല്ലോ. ആ വാസുട്ടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെ പറയാതെ. നിന്നെ പോലെ ഒരുത്തല്ലേ ആ കാറില്? ആ ഇരിപ്പും ആ നോട്ടും ആ ഭാവവും ഒക്കെ കണ്ട എന്തൊരു മാന്യതയാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആരാ, എന്താ, വീടെവിടാ, കൂടെവിടാ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെ. മുറികൾക്കൊന്നും അത്ര സൗകര്യം പോരല്ലേ? എന്താണാവോ കുറവ്? കിടപ്പുമുറിയിൽ കട്ടിലിട്ടാൽ പിന്നെ മനുഷ്യന് നടക്കാൻ ഇടമില്ല. ആ ഉള്ള സൗകര്യത്തിലൊക്കെ കിടന്നാ മതി. കേട്ടപ്പറ വലുതായില്ല പോലും. കൂടെ എനിക്ക് കിടക്കാനല്ലേ മതി. വാസുട്ടാ, വീട് വാങ്ങുകയല്ലേ? ഇത് മതി. ഇവിടെ ആരാ താമസിച്ചിരുന്നേ? അടച്ചിട്ടിരിക്കായിരുന്നു. ഓ, നല്ല വീടല്ലേ മോനെ? അവിടെ ആരാ താമസിക്കുന്നേ? അവിടെ ഏതോ ദുബായ്ക്കാര് താമസിക്കുകയാണ്. അവിടെ ആര് താമസിച്ചു നിനക്കെന്താ? വന്ന് കേറിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ഇവിടെ ആരാ, അവിടെ ആരാ? അയൽപക്കവും കാര്യങ്ങളും അറിയാമെന്ന് വെച്ച് ചോദിച്ചതാ. അയൽവക്കവും കാര്യങ്ങളും എന്താണാവോ കാര്യങ്ങള്? ഇതുപോലെ കാര്യം അന്വേഷിച്ചാ ആ വടുതല വീട് വിപ്പിച്ചത്. നമുക്ക് പോവാമേ? അമ്മേ പോകാം. ഓടാ. എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? വണ്ടിയേ നിന്റെ അമ്മയുടെ സ്ത്രീധനമൊന്നുമല്ല. ഇത് കൊടുക്കൂ. ആ, നീ 2 ദിവസം ഇവിടെ നിൽക്കും മോളെ. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അയ്യോ, അപ്പച്ചന് എന്നതായി പറയുന്നേ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അപ്പച്ചന് അറിയില്ല അല്ലേ? ഞാനില്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കാര്യം നടക്കത്തില്ല. രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്നാ കുടിക്കാൻ പാല്, കുളിക്കാൻ കറിയാ സോപ്പ്, ചീപ്പ്, കണ്ണാടി. വല്ലതും കഴിക്കാനിരുന്നാലോ ഞാൻ തന്നെ വിളമ്പി കൊടുക്കും വേണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല അപ്പച്ച. ഹാ, കഴിക്കത്തില്ലെന്നേ. എല്ലാത്തിന്റെയും വാല് തൂങ്ങി നടക്കാൻ ഞാൻ തന്നെ വേണം. ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ മണി 12 ആവും. ഇല്ല ഏച്ചക്കെ? അതെ അതെ, എന്റെ പൊന്നപ്പച്ച, ഇവളില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സമാധാനമില്ല. എന്റെ മാമച്ച, അവള് പോട്ടെന്നേ. ആ, എങ്കിൽ പൊയ്ക്കോടി മോളെ. ഇതാര്? ആ, ഐസക്കോ? ആ, മോളിയോ? ഹലോ. ആ, നമുക്ക് പോവാം. പാപ്പച്ചി വരട്ടെ. ആ, ചെല്ലു മോളെ. സമയം അങ്ങ് പോകുന്നല്ലോ. എവിടെ പോയി കിടക്കുന്നതാ? സാറേ, കച്ചമയ്ക്ക് വല്ലതും വേണോ? എന്താണ് സാറേ, പ്രസിദ്ധീകരണങ്ങളെ മംഗളം, മനോരമ, മനോരാജ്യം, മാമാങ്കം. മാർക്കറ്റിൽ പോണ്ടേ? കച്ചമ്മേ, മാ. രാവിലെ നമ്മുടെ അമ്മ കൊണ്ടുപോടാ. ഡ്രൈവർ വരട്ടെ. ഡ്രൈവറോ? അതെ, തനിച്ചുള്ള മാർക്കറ്റിൽ പോക്ക് വേണ്ട. കാറെ പോക വരിക. ഇതിനോ കൂടെ തൂങ്ങാൻ എനിക്കാവില്ല. ആരാ? ഞാനാ ഡ്രൈവർ വാച്ചുപിള്ള. കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടാ. ആ, ഞാൻ കാത്തിരിക്കായിരുന്നു. മുമ്പ് എവിടെ ആയിരുന്നു? ആനത്താനം, ആനവളരി, കൊല്ലംകുളം, കൊട്ടുവാപ്പള്ളി. താൻ ഈ കിഴക്കന്മാർ അച്ചായന്മാരെ ഓടിച്ചിട്ടുള്ളൂ. നല്ല നായന്മാരുടെ ഒന്നും ഓടിച്ചിട്ടില്ലേ? അതിനല്ലേ ഇവിടുത്തെ ഓട്ടിക്കാമെന്ന് വെച്ചത്. ആ, വണ്ടി എടുത്ത് കാണട്ടെ. ഓ,
ഞാനേ എവിടെ നോക്കി അവിടെ ഉണ്ടാക്കുന്നത്? മകനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ നിർത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പോന്നതാ. മോനെ നാശം പിടിച്ചു വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടിട്. ഇങ്ങനെ ഈ ഒരു ചിന്തയുള്ളൂ. എനിക്ക് മടുത്തമ്മേ, ഞാൻ വല്ല വഴിക്കും പോവാ. നീ പോയാൽ എനിക്കാരാ? ഞാനും സഹിക്കാണ് മോനെ. എനിക്കൊരു ഭർത്താവ് വേണം, നിനക്കൊരു അച്ഛൻ വേണം, നമുക്കൊരു കുടുംബം വേണം. എന്ത് കുടുംബം? ഇതാണോ കുടുംബം? പുറത്തിറങ്ങി എനിക്കെന്താ അഡ്രസ്? അമ്മയുടെ വീട്ടിൽ പോയ എനിക്കെന്താ അഡ്രസ്? ആ വട്ടിന്റെ മകനെന്നല്ലേ? ആരെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ അച്ഛനൊന്ന് സമ്മതിക്കണ്ടേ? Consulting time up to 8 o'clock. എന്തിനാ ഇത്? കർത്താവേ, രോഗികളെ തൊട്ടെന്ന് പിടിച്ചു നോക്കിയിരിക്കില്ലേ? അതിനുകൂടി സൗകര്യമുള്ള രോഗികളെയാണല്ലോ വരുത്തുന്നത്. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ എന്നതാ ഇതെന്നാ എഴുതി വെച്ചിരിക്കുന്നേ? മനഃശാസ്ത്രജ്ഞന്റെ മറുപടി. രോഗവിവരം വ്യക്തമല്ല, ശാലിനി നേരിൽ കാണുക. മാസികയിലൂടെ ക്ഷണം. ശാലിനി നേരിൽ കാണണം. എന്തിനാ? കുട്ടി, മാസികയിൽ വായിച്ചത് നീ മനസ്സിലാക്കാഞ്ഞിട്ടാ. ഓഹോ, പിന്നെ മലയാള ഭാഷ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. സോപ്പിട്ട് കൈ കഴുകിയാൽ എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. ഓ, ഒരു ഡോക്ടർ കുറെ രോഗികൾ. എനിക്കറിയാം എന്റെ ജീവിതം നശിച്ചെന്ന്. എന്താ ക്ലാരെ, എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ?
ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. അന്ന് കാറില് ഞങ്ങളായിരുന്നു. ഇരിക്കൂ. ഇരിക്കുന്നില്ലേ? എന്റെ മകനാണ്. ആ. അടുത്ത വീട്ടിൽ ഞങ്ങൾ താമസമാക്കി. ഓ ഐ സി. വി ആർ നൈബേഴ്സ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു, അമ്മു മെഡിക്കൽസ്. ആ വാട്ടർ ടാങ്കിന് ഓപ്പോസിറ്റ്. അമ്മു പേരായിരിക്കും അല്ലേ? അതെ, അദ്ദേഹം വിളിക്കുന്നത് അമ്മുക്കുട്ടിന്നാ. എന്താണ് വിശേഷം? ഡോക്ടർ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പറയൂ. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ നിമിഷം വരെ ഞാൻ മാനസികമായി വേദനിക്കുകയാണ് ഡോക്ടർ. കാരണം? അദ്ദേഹത്തിന് എന്നെ എപ്പോഴും സംശയമാണ്. എടി പെണ്ണെ, നിന്നോട് പറഞ്ഞിട്ടില്ല മുൻവശത്ത് നിൽക്കരുതെന്ന്. അടുക്കള പോ. കൂട്ടുകാരെ വീട്ടിൽ അടുപ്പിക്കില്ല, ചെറുപ്പക്കാരായ ഡ്രൈവർമാരെ വീട്ടിൽ വയ്ക്കില്ല. എഴുത്തു കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ വരെ കൂട്ടി എന്നെ സംശയമായി. അയാളെ പേടിച്ച് ആ വീടും വിറ്റാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തന്നെ. ബട്ട് ഹി ലവ്സ് യു. പേരിലുള്ള അമ്മു മെഡിക്കൽസ്, ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓമന പേര് അമ്മുക്കുട്ടി. അമിതമായ സ്നേഹത്തിന്റെ സാച്ചുറേഷനിൽ ഉണ്ടാകുന്ന ഒരുതരം പൊസഷനാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടുകാർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. വാട്ട് ഈസ് ഹിസ് ഏജ്? 55 വയസ്സായി. അതെന്ത് പറ്റി? നിങ്ങൾ തമ്മില്? അച്ഛന്റെ റിട്ടയർമെന്റ്, രോഗം, വീട്ടിലെ പരിതസ്ഥിതി എല്ലാം കൂടി ഓർത്തപ്പോ ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആരെങ്കിലും പിന്നീട് ഈ വിവാഹത്തെ പറ്റി വിമർശിക്കാറുണ്ടായിരുന്നു? സുഹൃത്തുക്കളുടെ വീടുകളിൽ വിരുന്നിന് പോകുമ്പോ പ്രായവ്യത്യാസത്തെ ചൊല്ലി അവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു മാതിരിയാകുമായിരുന്നു. That's it. പ്രായമാകും തോറും ആ ഭയം അദ്ദേഹത്തോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. യൗവനം നഷ്ടപ്പെടാത്ത ഭാര്യ, പ്രായമായ താൻ. ഈ അപകർഷതാബോധം തന്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായി തീർന്നു. ഇത്തരം രോഗികൾക്ക് മരുന്നുകൊണ്ടല്ല ചികിത്സ, മനസ്സുകൊണ്ടാണ്. സ്വന്തമാണ് എന്നുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തിന്റെ ബോധമനസ്സിൽ വളർത്തിയെടുക്കുക. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാം കാണുന്നത് സഹോദരൻ സഹോദരനെതിരായും, മക്കൾ മാതാപിതാക്കൾക്കെതിരായും, ഭാര്യ ഭർത്താവിനെതിരായും, ജനം ജനത്തിനെതിരായും, രാജ്യം രാജ്യത്തിനെതിരായും വാളോങ്ങുന്ന പ്രവണതയാണ്. ഇതിനെല്ലാം കാരണഭൂതമായ കാര്യമെന്താണ്? മനുഷ്യ ശരീരത്തിലെ കേവലം ഒരു തുണ്ട് മാംസം മാത്രമാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെന്താണെന്ന് ഞാൻ കാണിക്കട്ടെ. ഈ നാവാണ് ഇതിനെല്ലാം കാരണം. വിശ്വാസികളെ, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. അച്ഛൻ അവിടെ പ്രസംഗിക്കുന്നു, ഇവിടെ ഓരോരുത്തരും ചിരിക്കുന്നു. എന്നാ കണ്ടിട്ടാ? എന്നെ അമ്മേ, ചാച്ചനൊന്ന് ചിരിച്ചോണ്ടിപ്പോ എന്നാ? നിനക്കെന്നാ അറിയാം? അവിടെ പോയി കേട്ടടിക്ക്. ഓ, ചാച്ചന്റെ കണി. മഹാകവി വള്ളത്തോളിന്റെ പ്രസിദ്ധ കവിതയ്ക്ക് സഞ്ജയൻ എഴുതിയ പാരടി. ബോറടി. ചട്ടറ്റതോന്യാസങ്ങൾ ചെയ്യുമീ ഭോഗീന്ദ്രന്, പട്ടണ നടുത്തട്ടും ഭാര്യ വീടായേ തോന്നു. നമസ്തേ വഴിച്ചണ്ടേ, നമസ്തേ വൈക്കോൽക്കുണ്ടേ, നമസ്തേ കുണ്ടാവണ്ടിക്കുണ്ടിലെ പ്രസിഡന്റേ.
ഒരു മിനിറ്റ് സാർ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കെല്ലാം വർഷങ്ങളായി പരിചയമുള്ള CP ആന്റണി ഇപ്രാവശ്യവും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവൻ നേർച്ചക്കോഴിയാണ്. ഈ കോളേജിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള KSUവിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യവും ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, യൂണിവേഴ്സിറ്റി സിംഗർ സഞ്ജുവിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടണം. പാടണം പാടണം പാടണം. പാടണം. ോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ വോട്ട് എനിക്ക് തരില്ലേ? എന്താടാ ഒന്ന് നിന്നെ മാവെന്നത് വേണ പ്രസിദ്ധീകരണങ്ങളെ വേണ്ടടാ. ശരീരം എന്ന് കുറയ്ക്കാൻ 4 പ്രാവശ്യം പ്രകൃതി ചികിത്സ ചെയ്തതാ. വാഴപ്പിണ്ടി എന്നാ ഒരു കാര്യം ചെയ്യ്. ഇത്താക്കത്തിനെ ഒന്നും കൂട്ടാൻ നോക്ക്. ആഹാ ഇതാര്? ഇന്നലെ അമ്മയോ? ക്ലാരേ? ഇതാകട്ടാ നിനക്ക് പ്രാന്താശുപത്രി പാറായില്ലയോ? ആ ആയി വരുന്നു. ക്ലാരേ, വിളി കേട്ടാത്തോന്ന് അങ്ങേരുടെ പഞ്ചാര പാല് മുട്ടായിരുന്നു. എന്താ ആത്മാർത്ഥതയാ വിളിയിലുള്ള? രാവിലെ നടക്കാനെന്നും പറഞ്ഞ് വെള്ളക്കളത്തോട്ട് ഇറങ്ങും. വല്ലവന്റെയും വാതിക്ക ചെന്ന് വാങ്ങി നോക്കി നിൽക്കാം. അമ്മക്കുട്ടി, എന്തോ? നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ചെടി നനയ്ക്കുകയായിരുന്നില്ലേ? ഓഹോ, മനസ്സിലായി. എന്തു മനസ്സിലായിന്നാ? പ്രദർശനം. കാലത്തെ ഉടുത്തുറങ്ങി ബാൽക്കണിയെ കയറി കണ്ടവനെ കാണിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ, അമ്മക്കുട്ടി നിർത്തിക്കോ. എന്താണ് ഇതൊക്കെ? നാട്ടുകാർ കേട്ട നാണക്കേടാണല്ലോ. നാട്ടുകാർ കേൾക്കുന്നതല്ലേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കാണുന്നേ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്ത് കാണിച്ചെന്നാ?
ആ അത് കാണണെങ്കിലേ കാലത്ത് എഴുന്നേറ്റ് നോക്ക്. ചെടി നാന എന്തിനാ? കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും പൂച്ചങ്ങലയ്ക്കുള്ളിൽ രണ്ട് മൗനങ്ങളെ നീർ താമരത്താളിൽ പനി നീർത്തുള്ളികളാ ശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ
വള്ളമൂന്നി അലമാലകൾ പുൽകും കായൽ മാറിലൂടെ പൂപ്പാടങ്ങൾ തേടും രണ്ട് പൂമ്പാറ്റകളാ കാൽപ്പാടുകളൊന്നാക്കിയ തീർത്ഥാടകരാ കുളിരിന്റെ കുമ്പിളിൽ ഇനിയും മരന്തമായി കൂറി വന്ന ശിശിരം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഒറ്റയ്ക്കിങ്ങനെ വരാൻ പേടിയില്ലേ? ഒന്നും തോന്നരുത്. എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? ജീവിക്കയല്ലേ. അവനൊരു 4 പുകയടിച്ചാൽ എന്തോ ഒരു അനുഭൂതി. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നൊരു തോന്നൽ. രാജ്യങ്ങൾ കോടികൾ ചിലവാക്കി മുകളിലേക്ക് പറക്കുമ്പോൾ ഞാൻ വെറും ഒരു വെള്ളി രൂപയിൽ കാര്യം സാധിക്കുന്നു. മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടി. ഇന്നലെ കണ്ടില്ലേ, അതാണ് എന്റെ വീട്. തനിയെ കഴിയുന്ന എനിക്ക് മിണ്ടാനൊരു കൂടപ്പിറപ്പ് പോലുമില്ല. വൃത്തികെട്ട അപരാധങ്ങൾ കേട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അമ്മയുടെ മുഖമാണ് എന്റെ മനസ്സിൽ. അച്ഛനെപ്പോഴും ഞാൻ മറ്റാർക്കും ഉണ്ടായ പോലെയാണ്. ഇതെല്ലാം മറക്കാൻ ഒരു 4 പുക, പിന്നെ പറന്ന് പറന്ന് ആരെപ്പറ്റിയും ചിന്തിക്കേണ്ടാത്ത ഒരു ലോകത്തേക്ക്. ആരെപ്പറ്റിയും? എന്നെ പറ്റി ചിന്തിക്കാൻ ഇഷ്ടമില്ലേ? ബാലാ സാർ, പ്ലാസിഡോക്സ് 5 ഉണ്ടോ? എന്താ സാറേ? എടോ, പ്ലാസിഡോക്സ് 5 നമുക്കിവിടെ സ്റ്റോക്ക് ഇല്ല. ആരാ ഡോക്ടർ? ഡോക്ടർ ഐസക് പീറ്റർ. നമ്മുടെ ഡോക്ടർ ഐസക്കോ? താൻ അറിയോ? സാറേ, സാറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഡോക്ടർ ഐസക്കേ. അങ്ങയുടെ 5-6 പ്രിസ്ക്രിപ്ഷനായി. ഡോക്ടറുടെ എല്ലാം ഗീതാ മെഡിക്കൽസിലായിരുന്നല്ലോ. ഇതെന്താ പതിവില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? സാറ് പോയി കണ്ടായിരുന്നു? ഓഹോ, എനിക്ക് ബിസിനസ് ഉണ്ടാക്കി തരിക. ഇത്തരം കച്ചവടം എനിക്കിഷ്ടമല്ല. കോങ്ങാട്ടുകാർ അതോട്ട് ചെയ്ത് ശീലിച്ചിട്ടുമില്ല. പെണ്ണുങ്ങളെ മെടുക്കൊണ്ട് വലുതാകുന്ന ആണുങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. നീ അങ്ങനെ പഠിക്കേണ്ട, എനിക്ക് അങ്ങോട്ട് വലുതാകാൻ വേണ്ട. വലുതായതൊക്കെ മതി. അമ്മു മെഡിക്കൽസ്, അമ്മു കാപ്സുലേഷൻസ്, അമ്മു പൗൾട്രി ഫാം എല്ലാം എന്റെ അധ്വാനമാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പറഞ്ഞൊക്കെ തന്നെ. വന്ന് ദിവസം 4 ആയില്ല, അടേ കുറിപ്പ് 400. ഡോക്ടർ ഐസക് പീറ്റർ ഇവൻ എന്ത് വിചാരിച്ചു? 4 കുറിപ്പ് എഴുതിയാൽ ഞാൻ അവന്റെ പോക്കറ്റിലാകുന്നു. എന്ത് ഭ്രാന്തം വർത്താനാണ് ഈ പറയുന്നത്? ഭ്രാന്തം വർത്താനോ? അപ്പൊ ഈ കാണുന്നൊക്കെ ഞാൻ കണ്ടില്ലെന്ന് ഭാവിക്കണോ? അതോ കണ്ടിട്ട് കൂട്ടിരിക്കണോ? കിട്ടില്ല അമ്മു, കിട്ടില്ല അമ്മു കുട്ടി, എന്നെ കിട്ടില്ല, എന്നെ കിട്ടത്തില്ല അമ്മു കുട്ടി. അതിന് വെച്ച വെള്ളമേ അങ്ങ് വാങ്ങിയേര്. വാസുള്ള അതിന് കിട്ടത്തില്ല. പറഞ്ഞു കൊടുത്തേടാ മോനെ എന്റെ അമ്മയോട്. ഡോക്ടർ ഇല്ലേ? ഇല്ല.
ആന്റി, അമ്മ ചിലപ്പോ അങ്ങനെയാ, ഒന്നും തോന്നരുത്. സാരമില്ല കുട്ടി. ഡോക്ടർ എനിക്കൊന്ന് അതിനെന്താ, വരൂ. എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ? ഞാനത് പറയാനാണ് വന്നത് ഡോക്ടർ. എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തു പറഞ്ഞു? കടയിൽ ഡോക്ടർ കുറിപ്പ് കൊടുത്തെന്നോ, ഭാര്യയുടെ മിടുക്കുകൊണ്ട് അത്തരം ബിസിനസ് വേണ്ടെന്നോ എന്തോ, എനിക്കൊന്നും മനസ്സിലായില്ല. കുറിപ്പെഴുതിയിരിക്കും. എവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ എഴുതാറില്ല. ആകപ്പാടെ ഭയമാകുന്നു ഡോക്ടർ. ചേട്ടൻ എന്തോ അസുഖമാണ്. ഞാൻ മടുത്തു. എനിക്കിനി ആശ്രയം ഡോക്ടർ മാത്രമേ ഉള്ളൂ. എന്നെ കൈവിടരുത് ഡോക്ടർ. ഭയപ്പെടാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഓരോ അയൽവക്കംകാര് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ. കെട്ടിയവൻ കച്ചവടത്തിന് അങ്ങാടിയിലോട്ട്, കെട്ടിയവൻ അയൽവക്കത്തോട്ട്. നാണം ഉണ്ടോ നോക്കിക്കോണേ, നാണം കെട്ടവര്. ബന്ധം പിടിക്കാൻ നടക്കുന്നു, നോക്കിക്കോണേ. കാലത്തെ ബാൽക്കണിയില് ഉച്ചയ്ക്ക് കിളിവാദിക്കല്, കണ്ണും നേറ്റ ആണെങ്കിൽ പെരക്കകത്ത്. അവിടെ ഒരു പ്രേമനാടകം. പെണ്ണുങ്ങള് വീട്ടിലിരിക്കണമെങ്കിലേ ആണുങ്ങൾക്ക് നട്ടല് വേണം. ഭാര്യയെ ക്ലാരേ, എന്തൊക്കെ വൃത്തികേടാണ് നീ പറയുന്നത്? ഞാൻ വൃത്തികേട് പറഞ്ഞു? 20 വർഷം നിങ്ങൾ വൃത്തികേട് കാണിക്കായിരുന്നില്ലേ? ക്ലാരേ, ഇപ്പൊ തൃപ്തിയാവല്ലോ. ഞാൻ മാറി തന്നേക്കാം, ഞാൻ മാറി തന്നേക്കാം. അമ്മുകുട്ടി, കടയിൽ വരുന്ന കുറിപ്പുകളുടെ കുട്ടൻസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്നെ പറ്റിച്ച് അപ്പുറത്തെ വീട്ടിൽ സംബന്ധം ഉണ്ടാക്കായിരുന്നല്ലേ? എന്നിട്ട് പതിവ്രത കളിക്ക്. എനിക്കറിയാവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ചാക്കയാണോ തുന്നിച്ചു നോക്കാൻ? കണ്ടു, കെട്ടി. അവിടെ തുണിമണി. പെണ്ണെന്ന് പറഞ്ഞ വർഗത്തെ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാടി, ഞാൻ പഠിപ്പിക്കാൻ നിന്നെ. അല്ലേ, പകൽ അന്തിയോളം പോയി പാടുപെട്ട് വേണ്ടതെല്ലാം ഉണ്ടായി കൊടുക്കുമ്പോ അവൾ അടുത്ത വീട്ടിൽ സംബന്ധം ആലോചിക്കാൻ പോയിരിക്കുന്നു. അമ്മു ഐസക് എവിടെ പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളത് പോകുന്നു. നീ ഹലോ, മനോരമയല്ലേ? ഇത് അമ്മു മെഡിക്കൽ ഷോപ്പിൽ നിന്നാ. അപ്പൊ വീട് കൊടുക്കാനുണ്ടോ? പരസ്യം ചെയ്യണമല്ലോ. കോളം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരാം. ശരി. ഇത് ഞാൻ വിൽക്കും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ പറഞ്ഞേ? ഞാൻ ജീവിച്ചിരിക്കില്ല. അതാടി നല്ലത്. എവിടെങ്കിലും പോയി ചായടി. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തിപ്പടാ. എന്താ അച്ഛാ ഇത്? നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പിന് കാവലിരിക്കാതെ എന്നെ കിട്ടത്തില്ലെന്ന്. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഒന്നെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാകുക, അല്ലെങ്കിൽ അവളെ ഭാര്യയാക്കുക. ഒരു സ്ത്രീ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറഞ്ഞാൽ അവർ കാമുകയായോ, ഭാര്യയായോ? നീ അതും ഇതും മനസ്സിൽ ഊതുവിർപ്പിച്ച് മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. സങ്കല്പങ്ങളുടെ ചിതൽപ്പറ്റിൽ ജീവിക്കാൻ നീ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ.
ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ രോഗികളോട് ഉപയോഗിക്കുന്ന ഭാഷ എന്നോട് പറയരുത്. ഞാൻ നിങ്ങളുടെ രോഗിയല്ല, ഭാര്യയാണ്. അതെ, പക്ഷേ ഇപ്പൊ നീ രോഗിയാണ്. ആഹാ, അവിടം വരെ ആയോ? എങ്കിൽ രോഗം എനിക്കോ നിങ്ങൾക്കോ എനിക്കൊന്ന് അറിയണം. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഭ്രാന്തില്ല. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കുക അല്ലേ? ഇതാര്? മിസ്സസ് ഐസക്കോ? വരണം. ഡോക്ടർ, ഡോക്ടർ രണ്ടിലൊന്ന് എനിക്ക് പറയണം. എനിക്കാണ് എന്റെ ഭർത്താവിനാണ് ഭ്രാന്ത്. ഇരിക്കൂ. എന്താണ് പ്രശ്നം? അങ്ങനെ കാണിക്കുന്ന വൃത്തികേടുകൾ പറഞ്ഞു പോയാ എനിക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ തോന്നല്. ഓ, സഹിച്ച് മടുത്തു ഡോക്ടർ. ഇനി എനിക്കറിയണം ഞങ്ങളിൽ ആർക്കാ ഈ രോഗമെന്ന്. ഭാര്യ എനിക്ക് അന്യ സ്ത്രീകളെ സമീപിക്കുന്നവർക്കോ അതുകൊണ്ട് പറയുന്നവർക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അല്ലേ ഡോക്ടർ, എത്ര പ്രാവശ്യം കൺസൾട്ടിംഗ് റൂം വരെ ഇരുന്നല്ലേ അങ്ങനെ ഓരോന്ന് ഒപ്പിക്കുന്നേ? ഇതൊരു രോഗമാണോ ഡോക്ടർ? ഇവിടെ രോഗമാണ് എന്നുള്ളതല്ല, എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇരിക്കൂ. ടെൽമി, കൺസൾട്ടിംഗ് റൂമിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഒരു മരുന്നുകടക്കാരന്റെ ഭാര്യ, നല്ല ചെറുപ്പക്കാരി. അവിടെ വന്ന് അങ്ങനോട് പറയാ എന്റെ ജീവിതത്തിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? മിസ്സസ് ഐസക്, എന്തുകൊണ്ടാ ചെറുപ്പക്കാരി ഒരു രോഗിയായിക്കൂടാ, രോഗിയുടെ ബന്ധുവായിക്കൂടാ? ഇവരൊക്കെ അവരുടെ വേദനകൾ. ഡോക്ടറെ, ഇത് ആ വേദന അല്ല. കേൾക്കൂ, അവരുടെ വേദനകൾ ഒരു ഡോക്ടറോട് പറഞ്ഞിരിക്കും. ഇതിനൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ? ഞാൻ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാഞ്ഞിട്ടാ. ആ സ്ത്രീയുടെ കെട്ടിയവനൊരു കിഴവനാണെന്നേ. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല, ഒരുതരം മാനസിക രോഗത്തിന്റെ സ്വഭാവമാണ്. എനിക്ക് രോഗമായിരിക്കും. ഇത് കണ്ടോ? എന്താണ്? മുടി, തലമുടി. അലക്കാനിട്ടിരുന്ന അങ്ങരുടെ സൂട്ടേന്ന് കിട്ടിയതാ. കണ്ടെന്ന് പറഞ്ഞാ എനിക്ക് രോഗം. എടുത്ത് സൂക്ഷിച്ചാ സത്യമായില്ലേ? ഇങ്ങനെയൊക്കെ കാണും, അതാണ് ഈ രോഗം. ഈ മാനസികാവസ്ഥയിൽ ഭർത്താവിന്റെ സെക്രട്ടറി സ്ത്രീയായിക്കൂടാ, രോഗികൾ സ്ത്രീകളായിക്കൂടാ, ഈവൻ ജോലിക്കാരി വരെ ലോക്കപ്പിൽ ഇറങ്ങേണ്ടി വരും. മിസ്റ്റർ തിലകൻ, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഭർത്താവിന്റെ രോഗവിവരം പറയാനാണ്, എന്നെ പറ്റി അറിയാനല്ല. മനസ്സിലായോ? സിസിലി, സിസിലി, ആ പെട്ടിയൊക്കെ ഒരുക്കിക്കോ, നമുക്ക് പോവാം. എങ്ങോട്ടാ അമ്മേ? വീട്ടിലേക്ക്, പഴമണ്ടയിലോട്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട പോലെ. നീ പെണ്ണേ, ആ ഒരുങ്ങിക്കോ. പേരപ്പം പണ്ടേ പറഞ്ഞതാ, ക്ലാരെ നിനക്ക് ഈ ചെറുക്കൻ ചേരത്തില്ലെന്ന്. അപ്പച്ചൻ കേക്കോ? അങ്ങനെ ഡോക്ടറെ മതി. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. എന്തിനാ? ഞാൻ പോകുന്നു. ആ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ നല്ല ഒന്നാം തരം തറവാട്ടിൽ നിന്ന് 100 കല്യാണാലോചന വന്നതാ. നല്ല സുരസുന്ദരന്മാര് ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെ ഡോക്ടറെ മതി. ഓ, ഈ ഒരു പട്ടിയെ കൊണ്ട് ഞാൻ എന്നിട്ടിപ്പോ എന്തായി? പരിപാടി. ഓ, ഒരു പേപ്പട്ടി. പെണ്ണേ, ഇതൊക്കെ കാറി കയറ്റി വെക്കേ. ആഹാ, നീ വരുന്നില്ലേ? ചാച്ചനിട്ടച്ച് ഞാൻ വരില്ലമ്മേ. വരുന്നില്ലെന്നോ? വേണ്ടടി, എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞല്ലോ. പിന്നെ നൊന്ത പറ്റാ ഞാനാ, അതോർത്തോ? അത് പിന്നെ എനിക്ക് പ്രസവിക്കാനൊക്കോ? അപ്പനും മോളും കൂടി ജീവിച്ചു. ഞാനേ തൽക്കാലം അങ്ങനെ പോകുന്നില്ല. വേണ്ട, പോകാൻ ഞാൻ പറഞ്ഞു. പോയാ പിന്നെ കൃഷിക്ക് സൗകര്യമായല്ലോ, ഇല്ലേ? എന്തോന്ന് കൃഷി? വാഴകൃഷി. എന്റെ ഐസക് ഡോക്ടറെ, ഞാൻ കുറെ വർഷമായി കാണുകയല്ലേ. കാണിച്ചിട്ടുള്ള വൃത്തികേടുകളുടെ കണക്കെടുത്താ കൂടെ ആരും ജീവിക്കും? ഞാൻ ജീവിക്കും. വിവാഹമെന്ന് കൂതാശ അനുസരിക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. ആ കൂതാശ ഉണ്ടാക്കിയ മഹാമനുഷ്യനെ ഒന്ന് നേരിൽ കണ്ടിരുന്നെങ്കിൽ. എന്തിനാ? അല്ല, എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. നിങ്ങൾക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടണം, അതല്ലേ വിചാരം? അത് മാത്രമല്ല വിചാരം. പോകരുതെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞോ? പറഞ്ഞോടി.
ചാച്ചനും പൊന്നുവരെ മോള്. എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചാച്ചന്റെ കണ്ണുകളിൽ നൊമ്പരത്തിന്റെ നനവ് കാണുമ്പോ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഐ എം ഹെൽപ്ലെസ്. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ഒറ്റപ്പെടുകയല്ലേ. ഒരമ്മയുടെ സ്നേഹം, അച്ഛന്റെ വാത്സല്യം, എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹിക്കണം. നമ്മൾ ഒരേ ചിറകുള്ള പക്ഷികളാണ്. എന്ത് ചെയ്യാനാ, വീട്ടിൽ കളഞ്ഞു പോകാനൊക്കെ. ശരി അമ്മുകുട്ടി, നിനക്ക് വിശേഷമൊന്നുമില്ലല്ലോ? തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ എന്ന്. എന്ത് കാര്യം? നമ്മൾ ഇതുവരെ അതേപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഏതെപ്പറ്റി? അതേപ്പറ്റി. ഏതെപ്പറ്റി? അതേപ്പറ്റി. ഏതെപ്പറ്റി?
അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് കാണട്ടെ. പല്ലവന് വായി നോക്കി നിൽക്കാൻ തന്നെ ലേഡീസ് ഹോസ്റ്റലാണോ? ആര് നോക്കിയെന്നാ നീ പറയുന്നത്? അപ്പുറത്താ ചെറുക്കൻ, നായരുടെ മോൻ. എന്റെ പൊന്നുകളാരെ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നിന്നെ ഇനി ആര് നോക്കാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നോക്കാൻ ഞാൻ നിങ്ങളെ പോലെ അഴിഞ്ഞാടി നടക്കൊന്നുമല്ല. പിന്നെ ആരെ നോക്കിയെന്നാ നീ പറയുന്നേ? നിങ്ങളെ പുന്നാര മോളെ, അല്ലാതെ ആരെയാ? ഓ, അപ്പൊ നീ പ്ലേറ്റ് തിരിച്ചു വെച്ചു അല്ലേ? എന്തോന്നു? അവൻ നോക്കുന്നല്ലേ കണ്ടുള്ളൂ, ഇനി അവള് നോക്കാതെ നോക്കിയാ മതി. 10 ഗുണം 10 ഗുണം. നിങ്ങളുടെ മകളായതുകൊണ്ടുള്ള പേടിയേ ഉള്ളൂ. പേടിക്കണ്ട, അമ്മ പഴമുണ്ടല്ലേ. വിത്ത് കൈക്കാട്ടല്ലേ? ഓ പിന്നെ, നാട്ടുകാരെല്ലാം തൈക്കാട്ടുകാരുടെ പിള്ളേർ ചുമക്കല്ലേ. എന്റെ ക്ലാരെ, നീ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മോളെ വഴിതെറ്റിക്കല്ലേ എന്ന്. മകളുടെ കാര്യം പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ചൂടുണ്ടോ നോക്കിയേ. ഞാനിത് പാരോടെ ഒന്ന് ഉണ്ടച്ചായ. ഇതെന്താ വേഷാടി വേണേ? ചില ഇട്ടുവെള്ളത്തിന് ഉറയിട്ട് പോലെ കൊച്ചമ്മ ഇടാൻ പറഞ്ഞിട്ടാ. സുഖമല്ലേ വേണേ? ആ, എങ്ങനെ കഴിയുന്നു? പെണ്ണേ, പെണ്ണേ. ആഹാ, പോളോട്ട് വന്നോ? നീ എവിടെയായിരുന്നു? ചെറിയൊരു ടൂറിലായിരുന്നു. നീ അങ്ങ് വല്ലാതായി പോയല്ലോ കൊച്ചേ. ഇതെന്നാ പണി ചേച്ചി പെണ്ണെ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്റെ ആങ്ങളെയാണെന്ന് പറയാൻ നാണാവുന്നല്ലോടാ. ജോലിക്കാർ എങ്ങനെയാ നിനക്കെന്നേടാ? കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ കാണാൻ പോയേ? എന്റെ ചേച്ചി. ഓ, അവന്റെ ആന കാര്യം പറയാൻ വന്നപ്പോഴാ ചേന കാര്യം. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. കേട്ടോ, ഇതൊക്കെ വെറുതെ തോന്നാണോ എനിക്ക്? കേട്ടില്ല അവന്റെ പഞ്ചാര പാട്ട്? ഓ, നോക്ക്. എന്താണത്? വാണം. എന്തുവാ? വാണം. കൊച്ചമ്മേ,
ആഹാ പോളിയോ എവിടെ നാടേ ചീനാന്നേ. ആഹാ ഈപ്പൻ എത്ര അച്ഛൻ മലയാളി അളിയാ എത്തേ ഉള്ളേ വഴിക്ക് വെച്ചേ ഒരു അമറൻ ഇരക്കിനെ കണ്ടു. വളഞ്ഞോടെ ആ എങ്കി നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? എന്തോന്ന്? എല്ലാവർക്കും കൂടി ഒന്ന് കാണണ്ടേന്ന്. ആ ഇല്ലടാ അവിടെ. പഞ്ചേ നീ കാണാൻ വിടൂ. വാണം ഉത്തരം തീരു കിട്ടിയാ കൊള്ളാം. വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എക്സ്ക്യൂസ് മീ അളിയ, ഞാനൊരു ശകലം ആയിപ്പോയി. അളിയൻ അതിൽ വിരോധം കുറവൊന്നുമില്ലല്ലോ. എന്തോന്ന് വിരോധക്കുറവ് കൊച്ചളിയാ. ഡവർത്തോട്ടത്തിന്റെ ഏക്കറേജ് കൂടുമ്പോ വലിയ വീട്ടിലെ പിള്ളേരുടെ ഒരു സ്റ്റൈലായത്. എന്തോ അളിയ, എന്താ അളിയ അത്ര അളിയ ശരിയാത്. അളിയനൊരു സ്മോള് കഴിക്കുന്നോ? എടാ കൊച്ചു കഴിവുള്ളവനെ, നിന്റെ ഈ കള്ളുകളി ഉണ്ടല്ലോ അങ്ങ് കാഞ്ഞിരപ്പള്ളി കൊണ്ട് വെച്ചാ മതി. നിലയ്ക്കലെ പാരമ്പര്യമുള്ള മതിലേക്കിളിത്ത തറവാട്ട് മഹിമ ഉള്ളവരാണ് ഈ നിരപ്പള്ളിക്കാർ. ഞാൻ കൊള്ളാം. അതിലള്ളിയന് വിരോധക്കുറവൊന്നും ഇല്ലല്ലോ. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത്. അങ്ങനെയുള്ള എന്റെ പെങ്ങടമാക്ക് എന്റെ മരുവാക്ക് ഒരു ഈടക്കുറവ് വരാൻ ഞാൻ സമ്മതിക്കല്ല അളിയാ, സമ്മതിക്കല്ല. സമ്മതിക്കരുത്. എന്നാലേ ഞാൻ അവരിട്ട് കൊടുത്തു. ഒറ്റ പൊട്ടി മിടുക്കൻ, മിടുമിടുക്കൻ. ആ അതാണ് എന്റെ അളിയൻ, എന്റെ പൊന്നളിയൻ, എന്റെ പൊന്നു കുടത്തളിയൻ. പോളി എന്നാടാ ഈ കാണിക്കുന്നേ? പോയി വല്ലതും കഴിക്കുന്നുണ്ടോ? ആ വല്യേച്ചേ, കുഞ്ഞാങ്ങളെ ഒന്ന് വിളിച്ചോണ്ട് പോ. എന്റെ പൊല്ലേച്ചേ, പൊന്നിൽ കുടത്തേച്ചേ. പൊന്നളിയോ പൊന്നേച്ചി. എന്റെ പൊന്നമ്പടൂ. ചേച്ചി ആരാ? ആരാ ചേച്ചി? നിനക്കിട്ട് ഞാൻ ഹലോ, ഞാനാണ് സിസി. സഞ്ജു, എനിക്ക് ആകെ പേടിയാവുന്നു. ചാച്ചൻ എന്ത് വിചാരിച്ചോ എന്തോ. എന്റെ പൊന്നു സഞ്ജു, പൊളിച്ചതിന്റെ അടുത്ത് വഴക്കിന് പോകരുത്.
എനിക്ക് വേണ്ടി പോട്ടെന്ന് വെക്കൂ പ്ലീസ്. സിസിലി, കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങാനുള്ള പ്രായമായി നിനക്ക്. യു ആർ ഗ്രോൺ അപ്പ് നൗ. വീട്ടിലെ അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടി വളർന്ന നിന്നെ നിസ്സഹായതയോടെ നോക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ ഒന്ന് അടുത്തിരുത്താനോ ഓമനിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ വളർച്ച പോലും ദൂരത്തുനിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്റെ അമ്മയെ ഭയന്നു മാറുകയായിരുന്നു. ഐ ആം ആൻ അൺലക്കി ഫാദർ. ഒരു കുടുംബ ജീവിതത്തിൽ കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഐ ആം ആൻ അൺലക്കി ഹസ്ബൻഡ്. ഈ ചുറ്റുപാടിൽ എന്റെ മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മയോടൊപ്പം നീയും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. മോളെ, ഞാൻ ജീവിക്കുന്നത് തന്നെ നീ എന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ചാച്ചന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. കുറ്റപ്പെടുത്തുകയില്ല. നിങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു. എന്റെ ഏകാന്തതയിൽ എനിക്ക് മറ്റൊരു അഭയമില്ലായിരുന്നു. അല്ലേ? ഓർമ്മിക്കാനായി തരുന്നത് നിരസിക്കരുത്. വേണ്ട സഞ്ജു, എനിക്കിനി ഓർക്കാനായി ഒന്നും വേണ്ട.
എനിക്ക് വേണ്ടി ചാച്ചന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. I love him, man. ഇനി നമുക്കിവിടെ പിരിയാം. എന്നെ എവിടെയെങ്കിലും ഇട്ടു പോകരുത്. മകനെ മര്യാദക്ക് നിലയ്ക്ക് നിർത്തിക്കോ, ഇല്ലേ മരുന്നിന്റെ ഹേതമായിരിക്കും. അതിന് അവനിപ്പോ എന്തോ ചെയ്തെന്ന? അയലത്തെ പെണ്ണിനോട് സരിഗമ. സരിഗമ? അവനോട് പറഞ്ഞേരെ നമുക്ക് ശരിയാക്കാവുന്ന. പന്തലിട്ടോ. എന്തിനാടി ഹോട്ടലിൽ പോയത്? എന്തിനാ പോയെന്ന്? ഏത് ഹോട്ടലിൽ? അമ്മ എന്തായി പറയുന്നത്? കണ്ടവന്റെ കൂടെ ഹോട്ടലിൽ തെണ്ടി നടന്നിട്ട് ഒന്നും അറിയില്ല അല്ലേടി? അപ്പന്റെ കള്ളത്തിലും പഠിച്ച് ചാടിക്കോടി. അവിടെ ട്യൂഷൻ പഠിത്തം. ഇന്നത്തോടെ എന്റെ കോളേജ് പോക്ക് അവസാനിച്ചിരിക്കുന്നു. ഇറങ്ങടി, ഇറങ്ങാൻ. ഇനി നിന്റെ പഠിത്തം കറുപ്പൊക്കെ താഴത്തെ മുറിയില്. പോണി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞുപോയി. ചെറുപ്പം മുതൽ എന്റെ സാരത്തുമ്പ കെട്ടി വളർത്തിയത് ഇതിനായിരുന്നോടി. അമ്മ എന്നെ കൂട്ടിലടച്ച് വളർത്തുകയായിരുന്നു. മകളെക്കാളേറെ ചങ്ങലക്കിട്ടൊരു പോമറേനിയൻ പട്ടിയായിരുന്നു ഞാൻ. നീ എന്താണ് പറഞ്ഞത്? ആസ്വദിക്കുകയായിരിക്കും. അല്ല, സഹതപിക്കുകയായിരുന്നു എന്റെ മോളോട്. അമ്മുകുട്ടി, മിടുക്കൻ, മിടുക്കൻ, ഉന്നാര മോൻ അച്ഛന്റെ ജോലി ഒഴിവാക്കി തന്നു. നസ്രാണി പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന്. വൃത്തിയായി. അമ്മയപ്പുറത്ത്, മോനും അപ്പുറത്ത്. എന്നാലും വേറെ എങ്ങും കണ്ടില്ലല്ലോടാ.
അച്ഛൻ ഇത്ര ചീപ്പാകരുത്. ഓ, ഇപ്പൊ ഞാൻ ചീപ്പായി. ഞാൻ നിന്നെ വളർത്തതേ കണ്ട നസ്രാണി പെണ്ണിന്റെ പുറകെ പോകാനല്ല. ജാതി ഏതായാലും അവൾ പെണ്ണല്ലേ അച്ഛാ? ഓ, അപ്പൊ നീ പോകും. പോകാതിരിക്കാൻ പറ്റില്ല. നനയല്ലേ ഇളമനമുരുകല്ലേ. ചുവരിന്ദ്രനീലങ്ങളാണെങ്കിലും ചിറയാണതറിയുന്നു നീ. ഒരു ഗദ്ഗതം പോലെ അനുഭൂതിയിൽ കുഴിയുന്ന കുളിരോർമ നീ. സാഗരത്തിന്റെ കുഴിയിൽ സ്വയം ചിതറുന്ന സ്വരബിന്ദു നീ. മോഹം മൂടും ഹൃദയാകാശം മോഹം പെയ്യും മഴയേറ്റു നനയുന്ന മിഴിവഞ്ചി തുഴയുന്ന ചിറകുള്ള മലരാണെന്നുള്ളം. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ. ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ.
നഴ്സറി ഉണ്ടോ ഇവിടെ? മോളിലുണ്ട്. കൊച്ചമ്മ ഉറങ്ങുകയാണ്. സിസിലി, സഞ്ജു, വന്നത് തെറ്റായോ? കാണാതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടു. വരട്ടെ. കളിച്ച് കളിച്ചേ നീ വീട്ടിൽ കയറിയടാ. What?
ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ നീ? എന്റെ സഞ്ജുവിനെ തൊട്ടു പോയത്. എന്റെ വീട്ടുമുറ്റത്ത് ചട്ടം വിത്തരം കാണിക്കാൻ നിനക്കെന്ത് കാര്യം? അവളുടെ മുറിയിൽ നിന്നാണ് അവൻ ഇറങ്ങിപ്പോയത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും. അതെന്റെ സൗകര്യമാണ്. വന്നിരിക്കുന്നു. നീ എന്താണ് പറഞ്ഞത്? ക്ലാരേ, തൊട്ടുപോറുകളെ. നീ എങ്ങോട്ടാ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? അപ്പന് ചൂടില്ലാത്തൊരു അമ്മാവനെന്ത് കാര്യം? നീ എന്താ പറഞ്ഞേ? അവനോട് ഇച്ചി പോടാന്നൊരു വാക്ക് പറയാൻ അളിയനെ പറ്റില്ലല്ലോ. പറയേണ്ടത് അവനോടല്ല, നിന്റെ പെങ്ങളോടാണ്. തള്ളയ്ക്ക് മോളെ നോക്കാൻ എവിടാ സമയം? അപ്പൻ അനങ്ങിയ സംശയം, തിരിഞ്ഞ സംശയം, മിണ്ടിയ സംശയം. ഈ അന്തരീക്ഷത്തിൽ അവളെങ്ങനെ വളരും? എങ്ങനെ വളർത്തും? ഞാൻ ജനിച്ചത് നിങ്ങളെപ്പോലെ രാജകൊട്ടാരത്തിലല്ല, ഒരു കൊച്ചു വീട്ടില. അവിടെ എനിക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും എന്റെ മകൾക്ക് കൊടുക്കാൻ നിന്റെ പെങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കും ദാറ്റ്സ് മൈ ഫേറ്റ്. ക്രിസ്തു മണിക്കൂറുകൾ മാത്രമേ കുരിശ് വന്നിട്ടുള്ളൂ. 20 വർഷമായിട്ട് ഞാൻ ഈ കുരിശ് ചുമക്കാണ്. നിന്റെ പെങ്ങളെ ഇനി ഇതിലും വലിയ കുരിശ് ചുമക്കേണ്ടി വരും. അപമാനത്തിന്റെ, അപവാദത്തിന്റെ. അവളിപ്പോ അവനെ സ്നേഹിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. നാളെ വയറ്റി കിടക്കുന്ന കുഞ്ഞവന്റെയാണെന്ന് പറഞ്ഞാൽ വളർത്തി വെച്ചു മൈതാന പ്രസം പഠിക്കുന്നു. അമ്മുകുട്ടി, ആരുടെ ഇവന് ആഹാരം കൊടുക്കാൻ പറഞ്ഞേ? നിക്കണേ, അവിടെ നിൽക്കാൻ. എന്താണ് നോക്കുന്നേ? ധിക്കാരി. പോട്ട് വാസുവേട്ടാ. അടുത്തവും പഠിപ്പിച്ചേച്ച് പോട്ടെ വാശുവേട്ട. നിന്റെ വയറ്റ് ജനിച്ചാണ് ഇതിനെല്ലാം കാരണം. മകനെ മര്യാദയ്ക്ക് വളർത്തേണ്ടിയിരുന്നു. കണ്ടവന്റെ മതിലിയാടാൻ നടന്നാലേ മോൻ ഇങ്ങനെ ഇരിക്കും. അച്ഛന് നാണല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? അമ്മ മതിലാടുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ? അച്ഛന് തെറ്റുപറ്റി. എന്താണ് എനിക്ക് പറ്റിയ തെറ്റ്? അമ്മയെ മനസ്സിലാക്കിയില്ല. സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ ഈ കുടുംബം നശിപ്പിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ അമ്മ പറയട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്ന്. അമ്മുകുട്ടി, ഇല്ല, ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് സ്നേഹമില്ലല്ലേടാ. കണ്ട മാർഗവാസി പെണ്ണയുടെ പുറകെ പോയി ഞാൻ നിനക്ക് ചൂട്ടുപിടിക്കണല്ലേടാ. കിട്ടില്ലടാ എന്നെ, കിട്ടില്ലടാ എന്നെ, അതിന് കിട്ടില്ലടാ, കിട്ടില്ലടാ എന്നെ. എനിക്ക് സ്നേഹമില്ലല്ലേ, എനിക്ക് സ്നേഹമില്ലല്ലേ, എനിക്ക് എന്റെ കുടുംബത്തോട് സ്നേഹമില്ലല്ലേ. ഇത്രയും കാലം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എനിക്ക് സ്നേഹമില്ലല്ലേ. അമ്മുക്കുട്ടി, അമ്മു മെഡിക്കൽസ്, അമ്മു കാപ്സുലേഷൻസ്, പൗൾട്രി ഫാം, എനിക്ക് സ്നേഹമില്ലടി. കൊല്ലുകയല്ലാത്തിന് കൊല്ലുക. എനിക്ക് സ്നേഹമില്ലല്ലേ.
നാളെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അവന്റേതാണെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഈ മുഖമാണിടി ഇതിനൊക്കെ കാരണം. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല മോളെ. സമ്മതിക്കില്ല മോളെ. നീ എന്താ ഈ ഭ്രാന്ത് കളിക്കുന്നു? നിങ്ങൾ എന്നെ അടിച്ചോ? എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് നിന്നോട് ചെയ്തത്? ഭാര്യയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇക്കാലം അത്രയും നിന്റെ മനസ്സിന്റെ വാതിൽക്കൽ കാത്തു നിന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ മോള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഈ ജീവിതത്തോട് നിനക്ക് എന്ത് ആത്മാർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയെ പറ്റി പറയുന്നു. സിസിലി മോളെ, സിസിലി, 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 സിസിലി എവിടെ? എവിടെ സിസിലി? അകത്തേക്ക് വരൂ. ഞാൻ ആരുടെ സൽക്കാരത്തിന് വന്നതല്ല. അറിയാം, വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നത് ഞാൻ പഠിച്ച മര്യാദയല്ല. എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെയെന്ന് ഞാൻ ആരോട് ചോദിക്കും? എന്റെ മകൾ ഇവിടെ പറയില്ലേ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ സിസിലി മോളെ എവിടെയാന്ന് പറ മോളെ. അമ്മയ്ക്ക് ഒന്ന് കാണണം.
ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഹലോ, അതെ അതെ, ആ എന്റെ പ്രിയപ്പെട്ട ചാച്ച, ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഇന്ന് 2 നക്ഷത്രങ്ങളെ കൂടി കാണാം. അത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ നോക്കി ഒന്നിച്ചിരിക്കുന്നേ. സ്നേഹത്തോടെ സിസിലി.